രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കുമിടെ സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിച്ചു. 36 ദിവസം നീണ്ട കേരള പര്യടനം പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങളും കേന്ദ്ര അവഗണനയും നവകേരള സദസ്സിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. തുടർച്ചയായ വിവാദങ്ങൾക്കും പ്രതിഷേധ പരമ്പരകൾക്കുമിടെയാണ് നവകേരള സദസ്സിന്റെ സമാപനം. കരിങ്കൊടിയും ജീവൻ രക്ഷാസേനയും ഷൂവേറും തുടങ്ങി തെരുവ് യുദ്ധത്തോളം എത്തി നവകേരള സദസ്സിനെ ചൊല്ലിയുള്ള പ്രതിഷേധവും പ്രതിരോധവും. സർക്കാർ നിർദ്ദേശങ്ങളും പണപ്പിരിവും കോടതി കയറി. നവംബർ 18-ന് കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചെന്നാണ് സർക്കാരിന്റെ ആത്മവിശ്വാസം. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സംയുക്ത സദസ്സ് ഉദ്ഘാടനം ചെയ്ത് കേന്ദ്രത്തെയും പ്രതിപക്ഷത്തെയും മുഖ്യമന്ത്രി ഒരുപോലെ വിമർശിച്ചു. പ്രതിപക്ഷത്തോട് വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിച്ചു, നാം തമ്മിൽ തർക്കിച്ച് നിൽക്കേണ്ട സമയമല്ലേ, നിങ്ങൾ സഹകരിക്കണം. ഇതാണ് ഞങ്ങൾ നടത്തിയ അഭ്യർത്ഥന. പക്ഷേ മറുപടി എന്താണ്? നിങ്ങളുമായി ഒരു യോജിപ്പിനും ഞങ്ങളില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറുപടി. നവകേരള സദസ്സിൽ സ്വീകരിച്ച പരാതികളിലെ തുടർ നടപടികളും ഇനി പ്രധാനമാണ്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലെ പര്യടനം ജനുവരി 1, 2 തീയതികളിൽ പൂർത്തിയാക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.